ലോറി ഉടമ മനാഫ് അപകടത്തിൽപ്പെട്ട വാർത്ത ഞെട്ടലോടുകൂടിയാണ് കേരളം അറിഞ്ഞത്. മനാഫിനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രക്ഷാപ്രവർത്തകർ പാടുപെടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. മനാഫിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിറഞ്ഞ മനുഷ്യത്വത്തിൻ്റെ ഉടമയാണ് മനാഫ്. ശിരൂരിൽ കാണാതായ അർജുൻ എന്ന സഹോദരന് വേണ്ടി 70 ദിവസത്തോളം ശിരൂര് വിട്ടു പോകാതെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളാണ് മനാഫ്. അർജുൻ്റെ രക്ഷാപ്രവർത്തനം അവസാനിച്ചപ്പോഴും അത് പുനരാരംഭിക്കാൻ വേണ്ടി മനാഫ് മുട്ടാത്ത വാതിലില്ല. അങ്ങനെയാണ് മനാഫിൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ കഥ നമ്മളറിഞ്ഞത്. ഇപ്പോൾ ഇതാ മനാഫ് ഒരു അപകടത്തിൽപ്പെട്ടെന്ന വാർത്തയാണ് പ്രചരിക്കുന്നത്. കൂടാതെ മനാഫിനെ ആംബുലൻസിൽ കയറ്റുന്നതും അബോധാവസ്ഥയിൽ കിടക്കുന്ന മനാഫിൻ്റെ ചിത്രങ്ങളും കണ്ട് ഞെട്ടൽ ഇതുവരെ തന്നെ മാറിയിട്ടില്ല. മനാഫ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നന്മയുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം അർജുൻ്റെ വിയോഗത്തിന് ശേഷമാണ് ജനങ്ങൾ അറിഞ്ഞത് തന്നെ. കുറേയേറെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ് നമ്മുടെ ലോറി ഉടമ മനാഫ്. അങ്ങനെ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടാതെ അപകട മേഖലകളിലും പ്രകൃതി ദുരന്ത മേഖലകളിലും രക്ഷാപ്രവർത്തനം നടത്തുവാൻ ജനങ്ങൾക്ക് ബോധനം നൽകുന്ന ഭാഗമായി ചിത്രീകരിച്ചതാണ് ഈ ദൃശ്യങ്ങൾ എന്ന് മനാഫ് തന്നെ തുറന്നു പറഞ്ഞു. പക്ഷേ ആദ്യം ഈ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്കെല്ലാവർക്കും തന്നെ മനാഫിന് ഇതുപോലൊരവസ്ഥ വന്നല്ലോ എന്ന കാര്യത്തിൽ വളരെയേറെ സങ്കടമാണ് ഉണ്ടായത്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്ന സർവ്വ സഹോദരന്മാർക്കും എന്നും നന്മകളുണ്ടാകട്ടെ. അല്ല, ഒരു ദുരന്തം വരുന്ന സമയത്ത് എങ്ങനെയാണ് രക്ഷാദൗത്യം നടത്തേണ്ടത്, അതിൻ്റെ ഒരു മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇവിടുന്ന് ഇനി വരുന്ന 10-ാം തീയതി, 11, 12, 13, 14-ാം തീയതി 4 ദിവസത്തെ റെസ്ക്യൂ ട്രെയിനിങ് ആണ് ഇനി വരാൻ പോകുന്ന 10-ാം തീയതി മുതൽ, ജനുവരി 10-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ട സംഭവം ശരിക്കും മനാഫ് ചാരിറ്റബിൾ ട്രസ്റ്റും ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും കൂടി ചേർന്നാണ് ശരിക്കും ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ കേരളത്തിൽ എപ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാവാം, പല ദുരന്തങ്ങളും നമ്മൾ ശരിക്കും നേരിട്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്തരം ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരിടുക എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ് ശരിക്കും ജനങ്ങളിലേക്ക് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഈ ദുരന്തം എങ്ങനെ നേരിടണം എന്നുള്ളത് ആ ഡേറ്റ് ആണ് പറഞ്ഞത് അല്ലേ, അത്തരം രീതിയിലേക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ദിവസമാണ് പറഞ്ഞത്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 20ഓളം കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കും. അതാണ് ഇപ്പം ഈ വരുന്ന 10-ാം തീയതി മുതൽ അതിൻ്റെ അതിൻ്റെ ഒരു ഡെമോ കാണിച്ചതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനിയുള്ള കാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും വരാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളെ നമ്മൾ എന്താക്കുകയാണ്, പ്രാപ്തരാക്കുകയാണ് ഈ ഒരു രക്ഷാദൗത്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. രക്ഷാദൗത്യം ഒരു ട്രെയിനിങ് കൈ തന്നെ വേണം, എന്നാലേ എന്താവുള്ളൂ. രക്ഷാദൗത്യത്തിന് എന്തൊക്കെ ചെയ്യണം, ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് എടുത്തു ചാടേണ്ടതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അല്ലാഞ്ഞാൽ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാവും. തീർച്ചയായും ഇത്തരം ഒരു സംഭവം ശരിക്കും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം തന്നെയാണ്. ഇത്തരം കോഴ്സുകൾ ശരിക്കും നമ്മൾ എല്ലാവരും, നമ്മുടെ കേരളം എത്രയോ ബെറ്ററാണ് എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ആളുകളെ രക്ഷപ്പെടുത്തുന്നതിലും ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. എല്ലാവരും ഇവരൊന്നും ഒരു പ്രോഫിറ്റ് വെച്ചിട്ടല്ല ഒരു സംഭവത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മനാഫ് എന്നുള്ള വ്യക്തിയെ നിങ്ങൾ ഏറ്റെടുത്ത് നെഞ്ചിലേറ്റിയ ഒരു സമയം ഉണ്ടായിരുന്നു, ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം എന്നുള്ളത് ശരിക്കും പറയണം. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിൽ വലിയ പാളിച്ചകൾ പറ്റിയ ഒരു സമയം, ഒരുപാട് പ്രയാസം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് ആളുകളെ കിട്ടാത്തതും, ഒരു രക്ഷാദൗത്യം എങ്ങനെയാവണം എന്നുള്ളത് പ്ലാൻ ഉണ്ടാവണം. ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താവണം, ഒരു പ്ലാനോട് കൂടി പ്രവർത്തിക്കണം. ആ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ അവിടെ അനുഭവപ്പെട്ടിരിക്കണേ.